ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ഓഗസ്റ്റ് 23 പ്രസിഡന്റ് വോളഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരം ഉക്രൈൻ സന്ദർശിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 30 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ നേതാവ് നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് എന്ന ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. റഷ്യ സന്ദർശിച്ചു വന്നതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കും? ഇത് ഏത് രീതിയിലായിരിക്കും ഇന്ത്യയെ ബാധിക്കുന്നത്? അതായത് മോദിയുടെ സന്ദർശന വേളയിൽ പ്രതിരോധം, സാമ്പത്തിക ബന്ധം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെയുള്ള സഹകരണത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് മോദിയും സെലൻസ്കിയും ചർച്ച നടത്തുമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ എന്ത് മാറ്റങ്ങൾ വരുത്താനാണ് ഉക്രൈന് സാധിക്കുക? വർഷങ്ങളായി സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ നേടിയ നിരവധി പ്രതിരോധ ഉപകരണങ്ങൾ ഇന്നത്തെ ഉക്രൈനിൽ നിർമ്മിച്ചതാണ്. ഇതിൽപ്പെടുന്ന പ്രതിരോധ ഉപകരണങ്ങളാണ് IN, അതായത് ഇന്ത്യൻ നേവി യുദ്ധക്കപ്പലുകൾക്കുള്ള ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളും IAF ഇന്ത്യൻ എയർഫോഴ്സ് നടത്തുന്ന AN-32 വിമാനങ്ങളും. ഉക്രൈനുമായി ഒരു അടുത്ത പ്രതിരോധ ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ ഒരു അനിവാര്യത കൂടിയാണ്. യുദ്ധക്കപ്പലുകൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ടർബൈനുകൾ സംയുക്തമായി നിർമ്മിക്കാൻ ഉക്രൈനിന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സോറിയ മാഷ്പ്രോക്ട് ഇന്ത്യൻ സ്വകാര്യ മേഖലാ കമ്പനികളുമായി ചർച്ച നടത്തി വരികയാണ് എന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വിമാനങ്ങളും എയറോ എഞ്ചിനുകളും നിർമ്മിക്കുന്നതിനെ കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഉക്രൈൻ ഗ്യാസ് ടർബൈനുകൾ സംയുക്തമായി നിർമ്മിക്കുന്നത് ഇന്ത്യൻ നേവി പ്രൊജക്ട് 11356 ഫ്രിഗേറ്റുകളുടെ AN-72 വിമാനങ്ങളുടെ കൂട്ടം നിലനിർത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. അതായത് ഇന്ത്യയുടെ IAF-ന് 105 AN-32 ഇടത്തരം തന്ത്രപരമായ സൈനിക ഗതാഗത വിമാനങ്ങളുടെ ഒരു കപ്പലുണ്ട്. അതായത് LACയിലെ ചൂടുള്ള കാലാവസ്ഥ 55 ഡിഗ്രി സെൽഷ്യസ് വരെയും അതുപോലെ തന്നെ ഏറ്റവും ഉയരത്തിൽ ഏകദേശം 4500 മീറ്റർ വരെ ഉയരത്തിലും ഇതിന് മികച്ച ടേക്ക് ഓഫ് ചെയ്യാനുള്ള സവിശേഷതകൾ ഈ വിമാനത്തിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വടക്കൻ അതിർത്തി, എയർ കാർഗോ ഡ്രോപ്പ് ഓഫ്, പാരാ ഡ്രോപ്പ് ഓഫ്, മെഡവാക് എന്നിവിടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരുടെ എയർ അറ്റകുറ്റപ്പണികൾക്കായി IAF വളരെയധികം ആശ്രയിക്കുന്നതും ഈ AN-32വിനെയാണ്. 2009 ഇന്ത്യയും യുക്രൈനും തമ്മിൽ ഒരു $400 മില്യൺ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതായത് ഈ 105 AN-32 വിമാനങ്ങളുടെ കപ്പൽ നവീകരിക്കുന്നതിനും അവയുടെ ആയുസ് 40 വർഷം വർദ്ധിപ്പിക്കാനും അവരുടെ ഏവിയോണിക്സ് മെച്ചപ്പെടുത്താനും ഉക്രൈനിലെ സെപ്റ്റസ് ടെക്നോ എക്സ്പോർട്ടുമായിട്ടാണ് ഇന്ത്യ $400 മില്യൺ കരാറിൽ ഒപ്പുവെച്ചത്. ഉക്രൈനും ഇന്ത്യയും തമ്മിൽ നടത്തിയ ഈ കരാർ എന്താണെന്ന് വെച്ചാൽ ഉക്രൈനിലെ ഡിസൈനർ സർട്ടിഫൈഡ് പ്ലാന്റുകളിൽ 40 AN-32 വിമാനങ്ങൾ നവീകരിക്കണം. അതുപോലെ തന്നെ പ്രതിവർഷം 10 വിമാനങ്ങൾ നവീകരിക്കും. ശേഷിക്കുന്ന 64 AN-32 വിമാനങ്ങൾ കാൺപൂരിലെ IAF-ന്റെ 1-ാം നമ്പർ ബേസ് റിപ്പയർ ഡിപ്പോയിൽ മെറ്റീരിയലും ടോട്ടിയും ഉപയോഗിച്ച് ഉക്രൈൻ നവീകരിക്കണം. ഇതായിരുന്നു ഇന്ത്യയും ഉക്രൈനും തമ്മിലുള്ള കരാർ. ഉക്രൈന്റെ സഹകരണം ഇന്ത്യക്ക് ആവശ്യമാണ്. അതായത് ഉക്രൈനിലെ ഈ ഗ്യാസ് ടർബൈനുകൾ ഇന്ത്യക്ക് ആവശ്യമാണ്. എന്നാൽ ഉക്രൈനിലെ സംഘർഷം അവസാനിക്കുന്നതിന് മുമ്പ് സോറിയ മാഷ്പ്രോക്ട് ഗ്യാസ് ടർബൈനുകളുടെ ഉൽപാദനം പുനരാരംഭിക്കില്ല എന്ന കാര്യം വ്യക്തവുമാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ട് 11356M ഫ്രിഗേറ്റുകൾക്ക് പുറമെ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളും കൊൽക്കത്ത വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളും ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ യുദ്ധ കപ്പലുകൾക്ക് ഈ സോറിയ മാഷ്പ്രോക്ട് ടർബൈനുകൾ ആവശ്യമാണ്. അതുപോലെ നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന ശേഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉക്രൈനിലെ ഈ സോറിയ മാഷ്പ്രോക്റ്റിൽ ഗ്യാസ് ടർബൈനുകളുടെയും സ്പെയറുകളുടെയും ഉൽപാദനം പുനരാരംഭിക്കുന്നതിനായി ഇന്ത്യക്ക് കാത്തിരിക്കാനുമാവില്ല. അതായത് ഇപ്പോൾ തന്നെ ഗോവയിൽ നിർമ്മിക്കുന്ന 2 പ്രൊജക്ട് 11356M യുദ്ധ കപ്പലുകളുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ്. മറൈൻ ഗ്യാസ് ടർബൈൻ സ്പെയറുകളുടെ അഭാവം IN-ന്റെ പ്രവർത്തന ശേഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യയിലെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമായി സോറിയ മാഷ്പ്രോക്ട് ഗ്യാസ് ടർബൈനുകൾ നിർമ്മിക്കുന്ന ഈ സംയുക്ത സംരംഭം ഇന്ത്യയെ പോലെ തന്നെ ഉക്രൈനും നേട്ടമുണ്ടാക്കുകയുള്ളൂ. ഉക്രൈന്റെ ഗ്യാസ് ടർബൈനുകളുടെ ഇന്ത്യൻ വിപണി നിർമ്മാണത്തെ ന്യായീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കയറ്റുമതിയും ചെയ്യാൻ സാധ്യതയുണ്ട്. IAF കൂടാതെ 1980കളിൽ സേവനത്തിൽ പ്രവേശിച്ച AN-32 ഉക്രൈൻ, റഷ്യ, ബംഗ്ലാദേശ്, ഇറാഖ്, മെക്സിക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമസേനയ്ക്കൊപ്പവും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശന വേളയിൽ ഇന്ത്യയും യുക്രൈനും തമ്മിൽ ഈ പുതിയ സംരംഭത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 2 രാജ്യങ്ങൾക്കും ഒരേ രീതിയിൽ തന്നെ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയായി തീരും ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.